നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. രാജ്യാന്തര ചലച്ചിത്ര മേളകളിലൊക്കെ പോയ സിനിമകൾ ചെയ്ത ആളാണല്ലോ സൽകുമാർ ശശിധരൻ. ഇപ്പോൾ വാർത്താ പ്രാധാന്യത്തിൽ നിൽക്കുന്ന സൽകുമാർ. അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് ചോല. നമ്മുടെ ജോജു നിർമ്മിച്ച് നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ്. അതിലൊരു കാമുക വേഷമുണ്ട്. ആ വേഷം ചെയ്ത യുവാവിൻ്റെ പേര് അഖിൽ വിശ്വനാഥ് എന്നാണ്. 29ാമത്തെ വയസ്സിൽ ഏതോ ഒരു പുതിയ സിനിമയുടെ ചർച്ചയൊക്കെ നടക്കുന്നതിനിടയിൽ എന്താ പറയുക, എന്ത് കാരണമെന്നറിയില്ല, അയാൾ തൂങ്ങി മരിച്ചു. 2019 ജോജു ജോർജ് നിർമ്മിച്ച സിനിമയാണ് ചോല. ഒരു ചെറിയ മൊബൈൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ചെറുപ്പക്കാരനായിരുന്നു. ചോലയുടെ ഓഡിഷന് പോയതുപോലും ബസ്സിൽ കയറി പോയി, തിരുവനന്തപുരത്താണെന്നാണ് വന്ന് ആ യാത്രാക്ഷീണത്തിൽ ബസ്സിൽ കിടന്ന് ഉറങ്ങി. എന്നിട്ട് ആ ഉറക്കച്ചടവോടെയാണ് അതിൻ്റെ ഓഡിഷന് ചെന്നത്. എന്നിട്ട് പോലും അയാൾ പാസ്സായി. കൂലിപ്പണിക്കാരനായ അച്ഛനും ചിട്ടി പിരിവ് നടത്തുന്ന അമ്മയുമുള്ള ഒരു കുടുംബത്തിലെ മകനായിരുന്നു ഈ ചെറുപ്പക്കാരൻ. സഹോദരനോടൊപ്പം അഭിനയിച്ച മാങ്ങാണ്ടി എന്ന ഹ്രസ്വ ചിത്രത്തിന് സ്റ്റേറ്റ് അവാർഡ് പോലും വാങ്ങിയിട്ടുണ്ട്. ചോല കണ്ടവർ ഭാവിയുള്ള നടനെന്ന് അയാളെ പ്രശംസിച്ചു. പുതിയ സിനിമയുടെ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന അഖിൽ വിശ്വനാഥ് തൂങ്ങി മരിച്ചത്. എന്തിനും പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലേ? പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരും തൂങ്ങി മരിക്കാനും ട്രെയിനിൻ്റെ മുന്നിൽ ചാടാനും വിഷം കഴിക്കാനും പോയാൽ ഈ നാടിൻ്റെ അവസ്ഥ എന്താവും? ഒരു നല്ല ചെറുപ്പക്കാരനാണെന്ന് ആ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തിനീ കടുങ്കൈ ചെയ്തു? അത് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ 29 വയസ്സ് മാത്രമുള്ള ജീവിതത്തിൽ ഒന്നും ആകാത്തൊരു ചെറുപ്പക്കാരൻ. കഷ്ടമായിപ്പോയി. ഞാൻ കണ്ടിട്ടില്ലാത്ത ചോലയും ഞാൻ കണ്ടിട്ടില്ല. അഖിലിന് നിത്യശാന്തി നേരുന്നു. നമസ്കാരം. സിനിമാ വാരഫലത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നല്ലോ. അടി എത്രയും ചെണ്ടയ്ക്കും കാശ് മാരാനും എന്ന് പണ്ട് ആളുകൾ പറയുമായിരുന്നു. ആ കണക്കാണിപ്പോൾ നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെ അവസ്ഥ. നമ്മുടെ മേനക സുരേഷിൻ്റെ കറകളഞ്ഞ RSS BJP-കാരനാണ് സുരേഷ്. രാജീവ് ചന്ദ്രശേഖറൊക്കെ എന്താ പറയുക, BJP എന്നുള്ള പാർട്ടി കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ BJP ചേർന്നാൽ കുറേ കാശുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് BJP-കാരനും കറകളഞ്ഞ RSS-കാരനുമായ ആളായിരുന്നു സുരേഷ് കുമാർ. PP മുകുന്ദൻ ചേട്ടനടക്കം ഒരുപാട് പേരുടെ മാനസികമായി നല്ല അടുപ്പമുള്ള ആളായിരുന്നു സുരേഷ്. സിനിമാക്കാരോടും സിനിമാ സംഘടനകളോടും നല്ല ബന്ധമുള്ളയാൾ, സിനിമയ്ക്കായി ജീവിക്കുന്ന ആളെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ നിശ്വാസങ്ങളെന്ന് പറഞ്ഞാൽ സിനിമയാണ്. ഇപ്പോൾ ജനൻ TV എന്ന് പറഞ്ഞ BJP-യുടെ ചാനലിൻ്റെ തലവനുമാണ്. ഫെസ്റ്റിവലിൽ വരേണ്ട ഇപ്പോൾ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഫെസ്റ്റിവലിൽ കാണിക്കേണ്ട സിനിമകളിൽ നിന്ന് 19 സിനിമകളെ കേന്ദ്രം തടഞ്ഞപ്പോൾ സുരേഷാണ് ശരിക്കും പറഞ്ഞാൽ വെട്ടിലായത് എന്ന് പറയാം. കേരള രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ കാലം മുതൽ സുരേഷ് കുമാർ മുഖ്യ സംഘാടകരിൽ ഒരാളായിട്ടുണ്ട്. അത് UDF ഭരിച്ചപ്പോഴായാലും ശരി, LDF ഭരിക്കുമ്പോഴും സുരേഷ് ഉണ്ടാവും ഒരു കീ പോസ്റ്റിൽ. കറകളഞ്ഞ BJP-കാരനായിട്ടും സുരേഷ് കുമാറിനെ സാംസ്കാരിക ക്ഷേമനിധിയുടെ ചെയർമാൻ വരെ ആക്കി UDF-ൻ്റെ കാലത്ത് ഗണേഷ് കുമാർ. ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഫിലിം ഫെസ്റ്റിവലിൽ കാണാൻ നിശ്ചയിച്ച 100 വർഷം പഴക്കമുള്ള ലോക ക്ലാസിക്കുകളിലൊന്നായ ബാറ്റിൽഷിപ്പ് പൊട്ടങ്കിൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പോലും പ്രദർശന അനുമതി നൽകാത്തതും വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയപ്പോൾ സുരേഷ് പറയണം, അത് ഉദ്യോഗസ്ഥന്മാരാണെന്നേ. എടാ, ഭരിക്കുന്നവൻ്റെ കൺട്രോളില്ലാതെ ഏത് ഉദ്യോഗസ്ഥൻ ഇന്ത്യയിൽ, കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ, വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയുടെ തലയിൽ കയറിയിരുന്ന് തൂറുവോ ഒരു ഉദ്യോഗസ്ഥൻ?
സുരേഷ് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ്. അത് ബാറ്റിൽഷിപ്പ് ഒട്ടകനൊക്കെ നല്ല പടങ്ങളൊക്കെയാണ്, 100 വർഷം പഴക്കമുണ്ട്. പക്ഷേ അതൊക്കെ ഉദ്യോഗസ്ഥരാണ് അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നതെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവനാണ് മന്ത്രിക്ക് ചിലയ്ക്കാൻ പിക്കൂടി. അതിലൊരു സിനിമയുടെ പേര് ബീഫ് എന്നാണ്, ഒരു സ്പാനിഷ് സിനിമയുടെ. ബീഫ് എന്ന് പറഞ്ഞ ചിത്രത്തിന് ബീഫുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ ചിത്രം വിലക്കിയതിൻ്റെ കാരണം ചോദിച്ചപ്പോഴും സുരേഷ് പറഞ്ഞത് അത് കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരാണ്. അല്ല ഞങ്ങൾ BJPക്കാരും RSSകാരും ഒക്കെ സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും സിനിമാക്കാർക്കും ഒക്കെ വേണ്ടി ജീവിക്കുന്നവരല്ലേ ഞങ്ങൾ. ഉദാഹരണം ഞാനില്ലേ അതിൽ. എന്ത് സുരേഷ് ഇങ്ങനെയൊക്കെ പറയണേ? 19 സിനിമകളെ തടഞ്ഞതിൽ കേന്ദ്രത്തെ കുറ്റം പറയാൻ ആകില്ലത്രേ സുരേഷ് പറയുകയാണ്. ഉദ്യോഗസ്ഥന്മാരെല്ലാം തടഞ്ഞെന്ന് പറഞ്ഞിട്ട് അതേ ഭാഗത്ത് തന്നെ പറയുക. 19 സിനിമകൾ തടഞ്ഞു, പക്ഷെ അത് തടയാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം വ്യക്തമാക്കണമെന്ന് നിർബന്ധിക്കാനും പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കും ഏത് സിനിമ കളിക്കണം, ഏത് ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിൻ്റെ കാരണം കേൾക്കരുത്, അത് പറയാൻ പറ്റില്ല എന്നാണ് സുരേഷ് പറയുന്നത്. നയതന്ത്ര ബന്ധത്തിന് കോട്ടം തട്ടുന്ന കാര്യം ചെയ്യാൻ കേന്ദ്രത്തിനാവില്ലത്രേ. 100 വർഷം പഴക്കമുള്ള ബാറ്റിൽഷിപ്പ് ഒട്ടകിൽ ഉൾപ്പെടെയുള്ള സിനിമ ലോകത്ത് മുഴുവൻ 100,000 പ്രാവശ്യം കാണിച്ച സിനിമ കേരളത്തിലെ ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചാൽ നയതന്ത്ര ബന്ധം ഒലയുമെന്നാണ് പറയണത്. ഒന്നാമത് നമ്മളെ പ്രധാനമന്ത്രി എല്ലാ ദിവസവും ടൂറിലാണല്ലോ, അതാണ് നമുക്കുള്ളൊരു ഭാഗ്യം. കാരണം ഇന്ത്യയിലില്ലല്ലോ പുള്ളി, ഇന്നലെയും പോയിരിക്കുക എവിടെയോ. അപ്പോൾ പുള്ളി ഇങ്ങനെ ലോകം മുഴുവൻ പോകുമ്പോൾ നയതന്ത്ര ബന്ധം നമ്മൾ സൂക്ഷിക്കണമെന്നാണ്. 100 വർഷം പഴക്കമുള്ള സിനിമ ഈ BJPയിലുള്ള ഒരു നേതാവും ജനിക്കുന്നതിന് മുമ്പ് റിലീസ് 1925 റിലീസായ സിനിമയാണ്. നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളെ മോശമായി കാണിക്കുന്ന ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ ആകില്ലത്രേ എന്നാണ് സുരേഷ് പറയുന്നത്. എല്ലാ കാര്യത്തിനും കാരണം വ്യക്തമാക്കാനും പറ്റില്ല. അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയില്ല. ഞങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തി ഈ രാജ്യത്ത് ഒന്നും ചെയ്യാനുമാകില്ല എന്നാണ് സുരേഷ് പറയുന്നത്. ഇതിനെയാണ് സുരേഷ് കുമാറെ വരട്ട് ന്യായം എന്ന് മലയാളികൾ വിളിക്കുന്നത്. പുരിജിത എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. എന്നാൽ സുരേഷ് സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ കേരളത്തിൽ എവിടെ വേണം കളിക്കാം. കാരണം കേരളത്തിനെ തളയ്ക്ക് വിളിക്കുന്നില്ലേ. ഇതാണ് ന്യായം. നമ്മൾ ജനിച്ചു വളർന്ന നമ്മളെ നാടിനെ തളയ്ക്ക് വിളിക്കുന്ന കള്ള ചരിത്രങ്ങൾ ഉണ്ടാക്കുന്ന സിനിമകൾ എവിടെയും കളിക്കാം. പക്ഷേ 100 വർഷം പഴക്കമുള്ള ക്ലാസിക് സിനിമകൾ കണ്ടാൽ നയതന്ത്ര ബന്ധം ഒലഞ്ഞു പോകുമെന്നാണ് സുരേഷ് പറയുന്നത്. അവിടെ കൊണ്ട് സുരേഷ് നിർത്തിയത് നന്നായി എന്ന് പറയാം. അടുത്തത് CPI എന്ന് പറഞ്ഞ പാർട്ടിയെ എനിക്ക് ബഹുമാനമാണ്. അതിൽ കുറേ നല്ല നേതാക്കളുണ്ടായിരുന്നു, തലപ്പൊക്കമുള്ള നേതാക്കൾ എന്ന് പറയാം. എന്താണെന്ന് പറഞ്ഞാൽ അവർ CPIക്കാർക്ക് CPMനെ എവിടെ ഇട്ട് അടിക്കാം എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിന് മാത്രമേ ഉള്ളൂ എനിക്ക് CPIയോട് എതിർപ്പുള്ളത്. ഇപ്പോൾ ഇവിടെ പറയാമെന്ന് എനിക്കുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു ബാങ്കിലെ കുറേ കൊള്ളരുതായ്മ നടന്നു, കൊള്ളയടിച്ചു 100 കോടിയോളം CPMകാർ CPIക്കാരും കൂടെ ചേർന്ന്. അവിടെ ഞങ്ങളുടെ ശാന്തിയുള്ള ഭാഗത്ത് ഒരു കൊഴുത്തുരുമ്പ് CPIക്കാരനുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അയാൾക്ക് ജോലിയും കൂലിയും ഇല്ലാത്തൊരു മോനുമുണ്ട്. ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അവൻ അതങ്ങ് മുതലെടുത്ത്. ഇവൻ എന്ത് ചെയ്യുന്നു? ഈ കഴിഞ്ഞ ഇലക്ഷന് ആ സഹകരണ സംഘത്തിൽ കൊണ്ടുവന്ന് പൈസ ഇട്ടവരുടെയൊക്കെ വീടുകളുടെ മുന്നിൽ ഇവൻ കൊണ്ടുവന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചു, ഇവിടെ CPMന് വോട്ടില്ല. ഒരു മുന്നണിയിൽ നിൽക്കുകയാണ് CPM CPIയും. ഞാനപ്പോൾ CPMൻ്റെ ഒരു നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു തീരുമാനമെടു. ഇപ്പം നേമത്ത് CPIയിൽ എൻ്റെ നാട്ടുകാരനായ കലാസംവിധായകനായ നല്ല ചിത്രകാരനായ ബിജു ചിഹ്നത്തിൽ എന്ന് പറഞ്ഞ ആളെ മത്സരിക്കുന്നു, തോറ്റുപോയി. തോറ്റത് അയാളുടെ കുഴപ്പമൊന്നുമല്ല, ഒരു വേന്ദ്രനാണ് BJPക്ക് അവിടെ നിൽക്കുന്നത്. ഏത് വഴിയും ഏത് ഹീനമായ വഴിയും തിരഞ്ഞെടുക്കാൻ കഴിയുന്നൊരു മഹാവേന്ദ്രൻ, അതുകൊണ്ടാണ് തോറ്റുപോയത്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, CPMകാർ CPIക്ക് വോട്ട് ചെയ്യില്ല, പ്രവർത്തിക്കില്ല എന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കും. കാരണം CPIക്കാരന് പരസ്യമായി ഇങ്ങനെ ഒട്ടിക്കാമെങ്കിൽ നമ്മളിങ്ങനെ ഒരു നിലപാടെടുക്കണമെന്നുണ്ട്. പക്ഷേ എടുത്തില്ല. കാരണം അത് മുന്നണി സംവിധാനത്തിന് ശരിയല്ലല്ലോ. നമ്മൾ നയിക്കുന്ന മുന്നണി സംവിധാനമാകുമ്പോൾ CPI അങ്ങനെ നമ്മൾ ദ്രോഹിക്കില്ല. പക്ഷേ CPIക്കാർ അവസരം കിട്ടിയാൽ CPMനെ ദ്രോഹിക്കുള്ളൂ. അത് PM ശ്രീ പദ്ധതി ആയാലും ഏത് കുന്തമായാലും ശരി, CPMന് അടി കൊടുക്കാൻ പറ്റുന്ന എന്ത് കിട്ടിയാലും CPI ഉപയോഗിക്കും. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവരോട് എതിർപ്പുള്ളത്. പക്ഷേ തലപ്പൊക്കമുള്ള ഒരുപാട് നേതാക്കൾ, നമ്മൾ ബഹുമാനിക്കുന്ന ഒരുപാട് നേതാക്കളുള്ള പാർട്ടിയാണ് CPI. ഇപ്പോൾ ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് MN ഗോവിന്ദൻ നായരെ പോലെ, മാവേലി സ്റ്റോറിൻ്റെ ഉപജ്ഞാതാവ് ചന്ദ്രശേഖരൻ നായർ
എന്ന് പറഞ്ഞാൽ വളരെ സാധുവായ നല്ല വ്യക്തിത്വമുള്ളൊരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. നല്ല മുഖത്തിൻ്റെ വക്താവായ PK വാസുദേവൻ നായർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച ആൾ. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മയുടെ ഭർത്താവായിരുന്ന TV തോമസ്, അവിവാഹിതനായി ജീവിച്ച് പാർട്ടി വളർത്തനായി ജീവിച്ച R സുഗതൻ സഖാവ്, വെളിയം ഭാർഗവൻ, C അച്യുതമേനോൻ, പന്ന്യൻ രവീന്ദ്രൻ, കാനൻ രാജേന്ദ്രൻ, KV സുരേന്ദ്രനാഥ്, NE ബൽറാം, CK ചന്ദ്രപ്പൻ തുടങ്ങി ബിനോയ് വിശ്വം വരെ എത്ര നല്ല സഖാക്കളുണ്ട് ആ പാർട്ടിയിൽ. ഇവരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ കൊന്ന മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയായിരുന്നു C അച്യുതമേനോൻ. അപ്പോൾ അന്ന് ഇങ്ങനെ മുഖ്യമന്ത്രിയായിരിക്കുന്നേ ഉള്ളൂ. ഭരണം മുഴുവൻ കരുണാകരനില്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണല്ലോ ഭരിക്കണേ. കുത്തഴിഞ്ഞ ഭരണമായിരുന്നല്ലോ. അപ്പോൾ ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു താൻ ചിരയ്ക്കുന്നെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ച് ഇറങ്ങിപ്പോവാം. പക്ഷേ C അച്യുതമേനോൻ പോയില്ല. അതിന് വരെ ഇപ്പോഴും CPI പറയുന്നത് 5 വർഷം കാലാവധി പൂർത്തിയാക്കി പിന്നെയും വർഷങ്ങളോളം ഇരുന്ന ഒരൊറ്റ സഖാവേ ഉള്ളൂ, അത് ഞങ്ങളുടെ C അച്യുതമേനോനാണെന്നൊക്കെ പറയും. പക്ഷേ ഞാനത് ഒരു ബഹുമതി ഏറ്റെടുക്കില്ല. കാരണം ചുമ്മാ വഴിപാട് പോലെ ഇരുന്നിട്ട് കരുണാകരൻ്റെ എല്ലാ കൊള്ളരുതായ്മയും കണ്ടില്ല എന്ന് നടിക്കുക എന്ന് പറഞ്ഞാൽ, തൻ്റെ കൂടെ പഠിച്ച ഈച്ചര വാര്യർ എന്ന് പറഞ്ഞ പാവത്താനായ മനുഷ്യൻ തൻ്റെ മകൻ രാജനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു അറിവുമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ എന്ന് ചോദിച്ച C അച്യുതമേനോനോടും ഒരു തല്ലുപള്ളി സിനിമാക്കാരൻ്റെ കെണിയിൽ വീണ കാനത്തോടും എനിക്ക് എപ്പോഴും ജീവിതത്തിൽ അതൃപ്തി തോന്നിയിട്ടുണ്ട്. കാനത്തിൻ്റെ ഈ അടുത്ത കാലത്താണ് എന്ത് തെമ്മാടിത്തരവും കാണിക്കുന്ന, എന്ത് അലവിലാത്തരവും കാണിക്കുന്ന ഒരു സിനിമാക്കാരൻ്റെ പോക്കറ്റിലായിപ്പോയി കാനം. വഴിതെറ്റിയ കഥകൾ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരോടും എനിക്ക് ഈ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ളവരോടുള്ള ബഹുമാനം, ഇപ്പോൾ PKവിയോടൊക്കെ ഉള്ള ബഹുമാനമൊന്നും C അച്യുതമേനോനോടുമില്ല, ഈ പറയുന്ന കാനൻ രാജേന്ദ്രനോടുമില്ല. ബിനോയ് വിശ്വത്തിൻ്റെ മകൾ പത്രപ്രവർത്തകയായ രശ്മിയോട് എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. അതെങ്ങനെ എന്ന് ഇവിടെ പറയുന്നില്ല. അതിനാലാണോ എന്ന് എനിക്കറിയില്ല, ബിനോയ് വിശ്വം എന്ന സഖാവിനോട് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട് എനിക്ക്. ആ സ്നേഹം കൊണ്ട് ഒരു കാര്യം പറയുന്നു. ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പലരും ഇവിടെ തുള്ളിക്കളിക്കുന്നുണ്ട്. എന്നാൽ കോടതിയെയും ജഡ്ജിയെയും നിലവാരമില്ലാതെ തെറി പറയുന്ന ഒരു ജന്മമുണ്ട് ഇവിടെ. ഒരു സ്ത്രീ രത്നം, ശബ്ദം കൊടുത്ത് നടക്കുന്ന, ഇതുപോലെ ഒരു ഝാൻസി റാണിയെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. സത്യസന്ധയായ, രാവിലെ ഉടുത്ത് കെട്ടി ഇറങ്ങിയാൽ ആരെയെങ്കിലുമൊക്കെ തെറി പറഞ്ഞിട്ടേ രാത്രി വീടണയു ഭവതി. ഗുണ്ടകളെയും അലവലാതി പെണ്ണുങ്ങളെയും കൂടെ കൂട്ടി എന്തും ഏതും പറയുന്ന, എന്തും ചെയ്യുന്ന ഒരു നീച ജന്മം എന്നേ ഞാൻ പറയൂ. കോടതി തെറി പറഞ്ഞതിന് ചട്ടിയിലാകുമെന്ന് പറയുന്നു ഏറ്റവും അടുത്ത സമയത്ത്. പക്ഷേ പിണറായി ഭരിക്കുന്ന ആഭ്യന്തരമായതുകൊണ്ട് ചിലപ്പോൾ ആവില്ലായിരിക്കും. ഇന്നലെ നോക്കിയപ്പോൾ അതിജീവിത കൊച്ചിനെയും വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് ഞണ്ണാൻ വന്നിരിക്കുന്നു. പിണറായിയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ പിണറായിയെ വെട്ടിലാക്കിയ സ്ത്രീയാണ്. ഒരു തൃശ്ശൂരിൽ നിന്നൊരു പെണ്ണിനെ കൊണ്ടൊന്ന് കള്ളക്കഥ പറഞ്ഞ് മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞ് കള്ളക്കഥ പറഞ്ഞ് മുഖംമൂടിയൊക്കെ വെച്ച് ഇന്നലെ നോക്കിയപ്പോൾ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോഴും പറയുന്നു, എൻ്റെ അതിജീവിതേ, എൻ്റെ പൊന്നനിയത്തി, ഏതു സമയവും നിന്നെ കെണിയിലാക്കും. നീ നോക്കിയോ, ഇന്നല്ലെങ്കിൽ നാളെ. നിനക്ക് വേണ്ടി ഇപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. കാരണം അവർക്ക് വളരാൻ അതിനുവേണ്ടി മാത്രമാണ്. കാരണം 2026 ഒരു CPI സീറ്റിന് വേണ്ടിയാണ് ഈ അഭ്യാസമൊക്കെ ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു വക്കീൽ ജഡ്ജി ഹണിയം വർഗീസിനെ ഈ പെണ്ണുമ്പിള്ള തിരുവനന്തപുരത്ത് കിടന്ന് കാണുന്ന യൂട്യൂബിലെല്ലാം തെറി വിളിക്കുന്നു എന്നൊന്ന് അറിയിച്ചാൽ മതി കട്ടയും പടം മടങ്ങാൻ. എന്ത് ശത്രുത ഉണ്ടായാലും ഒരുത്തനെ നിരന്തരം ചാനലുകളിൽ ചെന്നിരുന്ന് അപഖ്യാതിയും തെറിയും പറയുക, പാവത്തുങ്ങളായ അതിജീവിതമാരുടെ വീട്ടിൽ പൊറുതി നടത്തി അനാവശ്യ കൂട്ടേടി ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഭൗതിയുടെ പ്രധാന കലാപരിപാടി. പറയാൻ വന്നത് അതൊന്നുമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ്, CPIയുടെ ഒരു സീറ്റ് എന്താ പറയുക, ഒപ്പിക്കാനായിട്ട് നോക്കിയിരുന്നു. പക്ഷെ പൊളിഞ്ഞു. ഈ കരിയോയിലൊഴിച്ച കാരണം പൊളിഞ്ഞുപോയി. ഇപ്പോൾ നെടുമങ്ങാട് പിടിക്കാൻ ഇങ്ങനെ നടക്കുകയാണ്. ഒരു പെണ്ണാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ആവേണ്ടതെങ്കിൽ, വനിതാ സീറ്റായി മാറുകയാണെങ്കിൽ
അത് പിടിക്കാനായിട്ട് നടക്കുകയാണെന്ന് ബിനോയ് വിശ്വമെങ്കിലും ഓർത്തു വച്ചേക്കുക. 8:15 തോക്കും, ആ സീറ്റ് CPIക്ക് പോയി കിട്ടും. നേരെ മറിച്ച് GRLൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഇപ്പോൾ ചടയമംഗലത്ത് എന്തോ ജയിച്ചേ, പഴയ MLA ലതാദേവി, അവരെ പോലെ ഒരു നല്ല പാർട്ടി കൂറുള്ള അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാത്ത ഒരാളെ അത് വനിതാ സീറ്റ് ആവുകയാണെങ്കിൽ നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഒരു സീറ്റും പോയി കിട്ടും. 8:15 തീരും. വോട്ടെണ്ണ 8 മണിക്ക് തുടങ്ങും, 8:15 പൊളിയും. പറയാൻ പറ്റിയ ബാച്ചുകളെ കൊണ്ടൊക്കെ പറഞ്ഞിട്ടും കഴിഞ്ഞ തവണ എന്തുകൊണ്ടോ നടന്നില്ല. ഒരുപാട് ശുപാർശകൾ ചെയ്തു. ഞാൻ പന്നിനൊരു മെസ്സേജ് അയച്ചു, നെടുമങ്ങാട് ഉറപ്പിച്ചു എന്നൊക്കെ വച്ച് കാച്ചി. ഇപ്പോൾ അന്ന് GR അനിലായി ആ സീറ്റിൽ ജയിച്ചു, മന്ത്രിയായി. ഈ ഐറ്റം ആയിരുന്നെങ്കിൽ വോട്ടെണ്ണൽ തുടങ്ങി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 8:15 ആവുമ്പോൾ ആ സീറ്റ് ഇടതുമുന്നണിക്ക് പോയി കിട്ടും, CPIക്ക് പോയി കിട്ടും. ഇപ്പോഴത്തെ ആക്ഷനൊക്കെ 2026 സീറ്റിനാണത്രേ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു കുമ്പിടിയാണ് ഭഗവതി. നമ്മൾ സെൻസർ ബോർഡ് ചെന്ന് നോക്കിയാൽ അവിടെ ഇരിക്കും BJP ഒരാളായിട്ട്. കോൺഗ്രസ് ഉമ്മൻചാണ്ടിയോ AK ആന്റണിയോ ഭരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കും കോൺഗ്രസ് ആയിട്ട്, അക്കാഡമിയിലോ KSFDCയിലോ എവിടെയെങ്കിലും. അത് കഴിഞ്ഞ് നോക്കി ഇടതുപക്ഷം വന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങളത് 5 വർഷം KSFDCയിൽ, 5 വർഷം അക്കാഡമിയിൽ. അങ്ങനെ ഒരു കുമ്പിടിയാണ്. ആരെ കൂടെ എനിക്കറിയാം. സജി ചെറിയാൻ്റെയൊക്കെ ഒരു സന്തോഷം കാണണം ഈ ഭവതി നടന്നു വരുമ്പോൾ. എനിക്ക് നാണം തോന്നും. അപ്പോൾ ഈ സജി ചെറിയാനോട് പുച്ഛവും തോന്നും. പറഞ്ഞിട്ട് കാര്യമില്ല. ചിലരങ്ങനെയാണെന്നേ. ഒന്നാമതിപ്പോൾ ഈ വർത്തമാന കേരളത്തിലെ ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഈ പെണ്ണ് കേസിൽ ചാടാനാണ് ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് ശരിയല്ല. എന്നെ ഒരിക്കൽ സഹായിച്ചതാണ് ഒരു യുവ നേതാവ്. ഞാൻ ഒരുപാട് ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു യുവ നേതാവിനെക്കുറിച്ച് ടാഗോർ തിയേറ്ററിൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് വെച്ച് ഒരു സിനിമാസ്വാദകൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ യുവ നേതാവിന് തിരുവനന്തപുരത്ത് ഒരു പൊറുതിയുണ്ടത്ര. നാറുമായിരിക്കും. എന്നായാലും ഇങ്ങനെയൊക്കെ ഒളിച്ചു വയ്ക്കുന്നത് പുറത്തു വരുമെന്നേ. ഞാൻ അതിശയപ്പെട്ടു. ഞങ്ങളുടെ അയാളോ? പിന്നല്ലാതെ നിങ്ങൾ വിശ്വസിക്കാത്തുണ്ടല്ലേ? അതോ അവൻ്റെ അമ്മയുടെ പ്രായം ഈ ഉടുത്തുകെട്ടി നടക്കണമെന്ന് അറിയില്ല എന്നേ ഉള്ളൂ. അമ്മയുടെ പ്രായമുണ്ട്. അവിടെ പൊറുതിയാണെന്ന് തിരുവനന്തപുരത്ത് വന്നാൽ ഞാൻ എവിടെയെങ്കിലും വെച്ച് ആളെ കണ്ടാൽ ഞാൻ തുറന്ന് പറയും, നിങ്ങളെപ്പറ്റി ഇങ്ങനെ കേൾക്കുന്നല്ലോ സഖാവേ, സൂക്ഷിക്കണം കേട്ടാ എന്ന് ഞാൻ പറയും. വരട്ടെ. എന്തായാലും ബിനോയ് വിശ്വം ഞാൻ ഈ പറഞ്ഞത് ഓർക്കട്ടെ. അടുത്ത കഥ. മലയാള സിനിമാ രംഗത്ത് വലിയ ബജറ്റിലുള്ള സിനിമകൾ നിർമ്മിക്കാമെന്ന കമ്പനിയായിരുന്നു ഒരു കാലത്ത് ഹേംനാഗ്. ശ്രീകുമാരൻ തമ്പിയുടെ പ്രേം നസീറും ജയനും പ്രധാന വേഷം ചെയ്ത നായാട്ട് എന്ന ചിത്രം അടക്കം ഒരുപാട് സിനിമകൾ നിർമ്മിച്ച കമ്പനിയായിരുന്നു ഹേംനാഗ്. 1980 അവർ കാളി എന്ന പേരിൽ ഒരു ചിത്രം IVCC കൊണ്ട് സംവിധാനം ചെയ്യിക്കാൻ തീരുമാനിച്ചു. തെലുങ്കിലും തമിഴിലും നായകൻ രജനീകാന്ത്, മലയാളത്തിൽ ജയൻ. പ്രശസ്ത സംവിധായകനായ മഹേന്ദ്രനായിരുന്നു തിരക്കഥ. മനോരമ, സീമ, ചിരഞ്ജീവി, ഭടാഭട്ട്, ജയലക്ഷ്മി, ശുഭ തുടങ്ങി കുറേ ആർട്ടിസ്റ്റുകൾ എല്ലാ ഭാഷയിലും ഉണ്ട്, ഈ 3 ഭാഷയിലും. തെലുങ്കിലും തമിഴിലും പടം പരാജയ പട്ടികയിലായിരുന്നു. ചില രംഗങ്ങളിൽ മാത്രം ഡ്യൂപ്പിനെ ആശ്രയിക്കുന്ന നടനാണ് രജനീകാന്ത്. പരമാവധി ഡ്യൂപ്പിടാത്ത നടനാണല്ലോ ജയൻ. IVCC ഈ ചിത്രത്തിലെ ഫൈറ്റ് മാസ്റ്ററായി ത്യാഗരാജൻ മാഷിനെയാണ് നിശ്ചയിച്ചത്. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ഭാഗത്ത് സെറ്റിട്ടായിരുന്നു ഷൂട്ടിംഗ്. ഒരു ഫൈറ്റ് രംഗം മാഷ് ചിത്രീകരിച്ചു. വില്ലൻ്റെ ശിങ്കിടികളായ 30ഓളം പേരോട് പോരാടി ബൈക്കിൽ രക്ഷപ്പെടുന്ന നായകൻ രജനീകാന്ത്. അയാളെ പിന്തുടർന്ന് പിടികൂടുന്ന രംഗമാണ് ഷൂട്ട് ചെയ്യുന്നത്. ബൈക്ക് ജമ്പറായ, ബൈക്കിലുള്ള അഭ്യാസങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുന്ന ഏകാംബരം എന്ന് പറഞ്ഞ നടനാണ് രജനീകാന്തിന് ഡൂപ്പിട്ടിരിക്കുന്നത് ബൈക്കിൽ. ചിത്രീകരണത്തിനിടയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ടു. ഏകാംബരത്തിൻ്റെ നട്ടെല്ലൊടിഞ്ഞു. മരണം വരെ ഏകാംബരത്തിന് രജനി കൈത്താങ്ങായി. ജീവിതം തിരിച്ചു കൊടുക്കാനാവില്ല നമുക്ക്. മരണം വരെ ഏകാംബരം കഷ്ടപ്പെടരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു രജനീകാന്തിന്. കാളിയുടെ ക്ലൈമാക്സിലും അപകടമുണ്ടായി. തീ കൊണ്ടുള്ള വലയത്തിലായിരുന്നു ഫൈറ്റ്. സൂപ്പർ സുബ്ബരായൻ എന്ന് പറഞ്ഞൊരു ഫൈറ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ആ സൂപ്പർ സുബ്ബരായനാണ്
എന്താ പറയുക, രജനീകാന്തിന് ആ ക്ലൈമാക്സിൽ ഡൂപ്പായത്. സുബ്ബരായനും കുറേ ഡൂപ്പ് ആർട്ടിസ്റ്റുകളും കുതിരകളും ഒക്കെ നന്നായി പൊള്ളലേറ്റു, അപകടം പറ്റി. അവിടെയും രജനീകാന്തിൻ്റെ സഹായഹസ്തം നീണ്ടു. എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവിടാമെന്ന് രജനി ഏറ്റു. ബാംഗ്ലൂരിൽ രജനീകാന്ത് എന്ന സിനിമാ നടനാവുന്നതിന് മുമ്പ് ശിവാജി റാവു എന്ന് പറഞ്ഞ രജനീകാന്ത് ബസ് കണ്ടക്ടറായിരുന്നല്ലോ. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കണ്ടക്ടറായിരുന്നു. സിനിമ പഠിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് രജനീകാന്ത് 1973 മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കാൻ പോയി. നമ്മുടെ ശ്രീനിവാസൻ്റെ ബാച്ചിൽ പഠിച്ചിറങ്ങി. 2 വർഷം പഠിച്ച ശേഷം പുറത്തു വന്ന രജനി 1975 കെ ബാലചന്ദ്രൻ്റെ അപൂർവ രാഗങ്ങളിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തി. ശിവാജി റാവുവിനെ ബാലചന്ദ്രനാണ് രജനീകാന്താക്കി മാറ്റിയത്. പിന്നെ ഉള്ളതൊക്കെ ചരിത്രമാണ്, അതുകൊണ്ട് ഞാൻ പറയണ്ടല്ലോ. ഇവിടെ പറയാൻ വന്നത്, സൂപ്പർ താരമായി 100-150 കോടി ശമ്പളം വാങ്ങുമ്പോഴും ഇന്നലെകൾ മറക്കാത്തവനായിരുന്നു രജനീകാന്ത്. തൻ്റെ പഴയകാല ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഒക്കെ ഉണ്ടല്ലോ സ്നേഹിതന്മാരായിട്ട്, അവർക്ക് വേണ്ടി ഒരു ചിത്രം തന്നെ രജനീകാന്ത് നിർമ്മിച്ചു. അത് വിറ്റ് കിട്ടുന്ന തുക സുഹൃത്തുക്കൾക്കായി വീതിച്ച് നൽകുകയും ചെയ്തു അദ്ദേഹം. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് ഇക്കഴിഞ്ഞ 12-ാം തീയതി മെനിങ്ങാന്ന് രജനീകാന്തിന് 75 വയസ്സ് തികഞ്ഞു. 1950 ഡിസംബർ 12 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അദ്ദേഹം ജനിച്ചത് 25-ാം വയസ്സിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന രജനീകാന്ത് അഭിനയത്തിൻ്റെ 50-ാം വർഷത്തിലും ഏറ്റവും അധികം മൂല്യമുള്ള നടനായി 75-ാം വയസ്സിലും സജീവമായി നിൽക്കുന്നു. എളിമയും ഔദാര്യവും സ്നേഹവും മുൻകരുതലും കൈമോശം വരാത്ത രജനീകാന്തിന് നമ്മൾ ഓരോരുത്തരും ആശംസകൾ നേരണം എന്ന് ഞാൻ പറയും. എളിമയും ഔദാര്യവും സ്നേഹവും മുൻകരുതലും കൈമോശം വരാത്ത രജനീകാന്തിന് 75-ാം വയസ്സിൽ ഇപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന രജനീകാന്തിന് ആശംസകൾ നേരാം നമുക്ക് ഓരോരുത്തർക്കും. അടുത്ത കഥ. അടുത്തിടെ ഒരു നടി വിലപിച്ചത് ഇവിടെ ഇരട്ട നീതിയാണ്. ശമ്പളം പുരുഷന് ഒരു രീതി, പെണ്ണിന് മറ്റൊരു രീതി. അടുത്തൊന്നും സമത്വം ഉണ്ടാകുമെന്ന് നടിക്ക് തോന്നുന്നില്ല അത്രേ എന്നും പറഞ്ഞു. ഇന്നലെ ശബ്ദദാന മഹതി പറയുന്നു, പുരുഷാധിപത്യത്തെ ആഘോഷിച്ച് വളർത്തിയെടുത്തത് ഇവിടുത്തെ പത്രങ്ങളാണ് എന്നാണ്. ഇത് മാറ്റിയെടുക്കണമെങ്കിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും തന്നെ വിചാരിക്കണം അത്രേ എന്ന് നമ്മളെ ശബ്ദം പറഞ്ഞു. പണ്ട് സിനിമയുടെ ആദ്യകാലങ്ങളിൽ ഇവിടെ പുരുഷാധിപത്യം ഉണ്ടായിരുന്നില്ല അത്രേ. അത് വളർത്തിയെടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് മാധ്യമങ്ങളാണ്. എത്ര നിരുത്തരവാദപരമായ ഉണ്ടയില്ല വെടിയാണ് ഇതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. താനൊരു സ്ത്രീപക്ഷപാതിയാണെന്നും അതിജീവിതയ്ക്ക് മലയാള സിനിമയിൽ പിന്തുണ പ്രഖ്യാപിച്ച ഏക മഹതി താനാണെന്നുമൊക്കെ കാണിക്കാനുള്ള ഗിമ്മിക്സുകളാണ് ഇതെന്ന് ഇത്തിരി തലയിൽ ആൾ താമസമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. തൃശ്ശൂരിൽ നിന്ന് ഒരു പെണ്ണും പിള്ളയെ മുഖം മറച്ച് പ്രസ് ക്ലബ്ബിൽ കൊണ്ടിരുത്തി കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത്. എന്നിട്ട് ഈ മാഡം ഒരു കാച്ചിയത് മലയാളി മറക്കാനിടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പെൺകുട്ടിയുടെ ഈ കൊണ്ടിരുത്തിയ സ്ത്രീയുടെ ഭർത്താവ് അയാളുടെ സ്നേഹിതന്മാരിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. തിരിച്ചു കൊടുക്കാൻ വയ്യപ്പോൾ ഈ കടം കൊടുത്തവന്മാർ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഭാര്യയെ പീഡിപ്പിച്ചു ക്രൂരമായി എന്ന് പറഞ്ഞായിരുന്നു പ്രസ് ക്ലബിലെ പ്രകടനം. അന്നും പിണറായി തന്നെയായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിട്ടു. കാരണം മന്ത്രിസഭയ്ക്ക് നാണക്കേടല്ലേ. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ മാത്രമേ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുമാണ്. ശപഥം ചെയ്തിരിക്കുകയാണല്ലോ പിണറായി. ഇന്നലെ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയ ചാപ്പാടടിയിൽ അതിജീവിത കൊച്ചു വന്നപ്പോൾ അദ്ദേഹം പറയാണ്, ആക്റ്റീവായിട്ടൊക്കെ നിൽക്കണം കേട്ടോ, ഇനി കണ്ണൊന്നും ഇനി നനയരുത്, ആക്റ്റീവായിട്ട് പോരാടണം, ഞാനില്ലേ ഇവിടെ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, താങ്കൾ എൻ്റെ പാർട്ടി നേതാവാണ്, എനിക്ക് ബഹുമാനമാണ്,
താങ്കളുടെ എല്ലാ കാര്യങ്ങളിലും അംഗീകരിക്കുന്ന ആളുമാണ്. പക്ഷേ ഈ വൺ സൈഡ് പരിപാടി ഇനിയെങ്കിലും താങ്കൾ കുറയ്ക്കണം. ഈ ഇലക്ഷനിൽ നിന്നെങ്കിലും താങ്കൾ അത് പഠിക്കണമെന്ന് ഞാൻ പറയും. താങ്കൾക്ക് ഒരു മോളും ഒരു മോനും അല്ലേ, എല്ലാം മോക്കിരിക്കട്ടെ എന്ന് പറയുന്നത് ശരിയല്ല. വീണയ്ക്ക് മാത്രമല്ല കേട്ടോ കൊടുക്കണ്ടേ, കുറച്ചൊക്കെ മകനും കൂടെ കൊടുക്കാം. താങ്കൾക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു പുതിയ അസുഖമാണെന്ന് തോന്നുന്നു. പെണ്ണുങ്ങളെ മാത്രമേ താങ്കൾക്ക് ശ്രദ്ധിക്കാൻ സമയമുള്ളൂ. ഞാൻ പെണ്ണുങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിരിക്കണേ. എന്നിട്ടോ താങ്കളുടെ കൂടെയുള്ള എത്ര പേരായി ഇപ്പോൾ പെൺ കേസിൽ പെട്ടിരിക്കണേ? എന്താ പെട്ടിരിക്കണേ? ഇപ്പോൾ PT കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ സംവിധായകൻ, എനിക്ക് ബഹുമാനമുള്ള ആളാണ്. താങ്കളുടെ മുന്നിൽ ഒരു കേസ് വന്ന് പരാതി വന്നിട്ട് താങ്കൾ എത്ര ദിവസം കഴിച്ചാൽ നടപടി എടുത്തേ? ആളും തരവും നോക്കിയൊന്നും കാണിക്കരുത്. അതുപോലെ താങ്കൾക്കൊരു അബദ്ധം പറ്റിയെങ്കിൽ ആ അബദ്ധത്തിൽ കിടന്ന് തൂങ്ങരുത്. തൃശ്ശൂരിൽ നിന്ന് ആ കൊച്ചിനെ വിളിച്ചു വരുത്തി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അത് കൊണ്ടുവന്നത് നമ്മൾ ഈ പറയുന്ന ശബ്ദം വിറ്റ ആളായോട്ടെ. താങ്കൾക്കൊക്കെ ഇതൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു. ഇനിയും താങ്കളെ അബദ്ധത്തിൽ ചാടിക്കും നോക്കിയുള്ളൂ. താങ്കൾ ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് സ്വയം നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ കക്ഷികളൊക്കെയാണ് താങ്കളുടെ കൂടെ നടക്കുന്നതിൽ ഏത് ശബ്ദം എന്തെല്ലാം നൊട്ടോറിയസായ കാര്യം. താങ്കൾക്ക് മരണ ഇത് തന്നില്ലേ, എന്താ പറയുക അതിനെ, ഞാൻ എന്തെങ്കിലും കാരണവശാൽ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ദിനേശാണെന്ന് പറഞ്ഞ് താങ്കൾക്കൊരു മരണമൊഴി അയച്ചു തന്നല്ലേ താങ്കൾ എൻ്റെ പേര് കേസെടുത്തേ? തല്ലിക്കൊന്നാൽ ചാവൂല്ലോ, ആത്മഹത്യ ചെയ്യുന്നു. ആരും ചോദിക്കുക എവിടെ ആത്മഹത്യ ചെയ്യും, ആരാത്മഹത്യ ചെയ്യും? അതിനൊക്കെ വേറെ പാവം പെണ്ണുങ്ങളെ നോക്കണം. അത് വെച്ചുകൊണ്ട് താങ്കൾ അപ്പം തന്നെ സൈബർ പോലീസിന് കൊടുത്തിട്ട് ദിനേശിനെ പിടിച്ച് വരട്ടാൻ പറഞ്ഞില്ലേ? പിന്നെ ഇവിടെ കുറേ പേരുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ. ഇപ്പോൾ ഒരു ബൈ ഇലക്ഷനിൽ തോറ്റ നേതാവടക്കം, തിരുവനന്തപുരത്ത് കുറേ അണ്ണന്മാരടക്കം, ഇവർക്ക് വേണ്ടി പോലീസുകാരെ വിളിച്ച് വരട്ടാൻ ആളുണ്ടെന്ന് എനിക്കറിയാം. താങ്കൾ വാസ്തവത്തിൽ എനിക്ക് എപ്പോഴും തോന്നുന്നത് പിണറായി ഒരു പാവമാണെന്നാണ്. കാരണം പലതും അറിയുന്നില്ല താങ്കൾ. ഇവിടെ ആഭ്യന്തര വകുപ്പിൽ എന്തൊക്കെ നടക്കുന്നു എന്നൊന്നും താങ്കൾക്ക് ഒരു ചുക്കും അറിയില്ല. എല്ലാം അറിയാമെന്നൊക്കെ താങ്കൾ മറ്റേ മസിൽ പിടിച്ച് പറയും. ഒരു ചുക്കും താങ്കൾക്ക് അറിയില്ല എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കേസിൽ നിരപരാധിയായി വിട്ട ദിലീപിനെ വീണ്ടും തൂക്കിക്കൊല്ലാനുള്ള അന്വേഷണം നടത്താം. കോടതികൾ ഇനിയുണ്ടല്ലോ, ഇനി കരയൊന്നും ചെയ്യരുത് ഭവതി, ഞാനുണ്ട് ഇവിടെ ഭരിക്കാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ടോ, 45 വർഷം ഭരിച്ച കൊണ്ടുപോയില്ലേ കണ്ടവേ. തലയുയർത്തി നടക്കാക്കുന്നില്ല, നാണക്കേടുണ്ട്. താങ്കളുടെ ഈ സ്ത്രീപക്ഷ ഗുണവധികാരം കൊണ്ട് ഒരു പരിധിവരെ കുറേ വോട്ട് പോയത് അതിലാണെന്ന് ഞാൻ പറയും. കാരണം ഒറ്റ ആണുങ്ങൾക്ക് താങ്കളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി, അബലകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയൊക്കെ സംസാരിച്ചോ, പക്ഷേ നിരപരാധികളെ പിടിച്ചിടുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും രാഹുൽ ഈശ്വറിൻ്റെയും ഒക്കെ അറസ്റ്റ് അല്ലെങ്കിൽ അവരെ പേരിലെടുത്തിരിക്കുന്ന എന്താ പറയുക, ലോകത്താരും ചെയ്യാത്ത കേസുകൾക്ക് എടുത്തിട്ടുണ്ടല്ലോ കുറേ കേസ്. താങ്കൾക്ക് ഗുണം ചെയ്യുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? നടക്കട്ടെ. എങ്ങനെയെങ്കിലും ഈ പാർട്ടിയെ നിങ്ങൾ ബംഗാൾ പോലെ തുലച്ചിട്ട് പൊയ്ക്കോളൂ. അതത്രയും ഞാൻ പറയുന്നുള്ളൂ. അതിനപ്പുറം പറയുന്നത് ശരിയല്ല. താങ്കളുടെ ആദ്യ മന്ത്രിസഭയിൽ നാണം കെടുത്തിക്കൊണ്ടല്ലേ ഈ ശബ്ദം കൊടുക്കുന്ന സ്ത്രീ പ്രസ് ക്ലബ്ബിൽ ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടിരുത്തിയിട്ട് അവളുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരന്മാർ 4 പേര് ചേർന്ന് എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കിയത്. ഒടുക്കം പോലീസ് അന്വേഷിച്ചപ്പോൾ എന്താ പറഞ്ഞേ? കടം വാങ്ങിയ പൈസ കൊടുക്കാതിരിക്കാൻ കാണിച്ച നമ്പറാണെന്ന്. ആ സ്ത്രീ ഇന്നലെ നിങ്ങളുടെ ക്രിസ്മസ് ഞണ്ണാൻ വന്നിരിക്കുന്നു. നിങ്ങൾ കണക്ക് പുറത്തെന്ന് പറഞ്ഞോ? നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ ആത്മാഭിമാനമുള്ള നട്ടലുള്ള ആണത്തുള്ള ഒരുത്തനാണെങ്കിൽ പറയണ്ടേ? എൻ്റെ ആദ്യ മന്ത്രിസഭയിൽ നിങ്ങൾ അപമാനം കള്ളക്കേസുണ്ടാക്കി ഞങ്ങളുടെ പാർട്ടിയെയും ഞങ്ങളുടെ ഭരണത്തെയും അപമാനിച്ച സ്ത്രീ കണക്ക് പുറത്ത് എന്ന് പറയണ്ടേ? പറയില്ല. കാരണം സജി ചെറിയാനായിരിക്കുമല്ലോ അവരെ ക്ഷണിച്ചത് ഇതിന് വരാൻ, ക്രിസ്മസിന് ഞണ്ണാൻ. നിങ്ങൾ തൊഴണമുണ്ട് ഇങ്ങനെ അതിജീവിതത്തെ തൊഴുതിട്ട് തൊട്ടപ്പുറത്ത് ശാല പേടിയുള്ളതുകൊണ്ടാണ് ശാലം പുറമേക്കിന്. എനിക്ക് കണ്ടപ്പോൾ പുച്ഛമാണ് തോന്നിയത് പിണറായി, നിങ്ങൾ ഇത്ര അധപ്പതിച്ച് പോയല്ലോ. കൂടുതൽ ഞാൻ പറയുന്നില്ല. എൻ്റെ ആത്മരോഷം ഒരുപാട് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ കയറി വരുന്നു. ഈ സ്ത്രീ പറഞ്ഞ ഈ പ്രസ് ക്ലബ്ബിൽ കൊണ്ടിരുത്തി ഒരു പെണ്ണിനെ കൊണ്ട് കള്ളം പറയിച്ച 4 പേര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സുഗതകുമാരി ടീച്ചറിനേക്കാളും കഷ്ടമായി പോവല്ലേ? രാവിലെ എഴിച്ച് കുളിച്ച് പാളയങ്കടം കുറിയിട്ട് കേരളത്തിലെ ആണുങ്ങൾ മുഴുവൻ ഇറങ്ങുന്നത് പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യാനാണെന്ന് പറയുന്ന ഒരാളായിരുന്നു കവയത്രി. അവരെക്കാൾ കഷ്ടമായി വരിക ഇപ്പോൾ പിണറായി. എന്ത് ചെയ്യാൻ പറ്റുമെന്നേ? ഈ പെണ്ണമ്പള പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് കലാകൃതി വാരിക കവർ സ്റ്റോറി അടിച്ചു. ആലോചിച്ച് നോക്കിയേ. അന്ന് മുതലാണ് സഖാവ് പിണറായിയുടെ മുമ്പ് പോകില്ലായിരുന്നു. ഇപ്പോൾ പതുങ്ങി വരുന്നു. കാരണം തൃശ്ശൂരിൽ നിന്ന് ഈ അതിജീവിത കുട്ടിയെ കിട്ടിയല്ലോ, അതിന് എഴുന്നള്ളിച്ചുകൊണ്ട് ഈ സ്ത്രീ ഇറങ്ങിയിരിക്കുക. ഇപ്പോൾ അടുത്ത നെടുവങ്ങാട് മത്സരിക്കാൻ അവിടെയും പോയി പ്രസംഗിക്കും ഇദ്ദേഹം. സീറ്റ് CPI കൊടുക്കുകയാണെങ്കിൽ 8 തോക്കാനുള്ള സീറ്റാണെങ്കിലും അവിടെയും പിണറായി പോവും. നമ്മളെ സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവരായോണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറ, അതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ പറയുന്നതായിട്ടില്ലേ, പുരുഷാധിപത്യം ആണത്രേ മലയാള സിനിമയിൽ. എത്ര
തുണിയില്ലാതെ അഭിനയിച്ചാലും നയൻതാരമാർക്ക് രജനീകാന്തിൻ്റെ പ്രതിഫലം കിട്ടുമോ? വേണ്ട, രജനീകാന്തിനെ വിടാം. അദ്ദേഹത്തിൻ്റെ മരുമോനായിരുന്ന ധനുഷിൻ്റെ പ്രതിഫലം കിട്ടുമോ? കിട്ടില്ല. നയൻതാരയ്ക്ക് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്താ പറയുക, സ്ത്രീകൾ നായികമാരായി അവരെ പോസ്റ്റർ ഒട്ടിച്ചാൽ അയ്യോ ഈ സ്ത്രീ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കുന്ന അമിതാഭ് ബച്ചനും അല്ലെങ്കിൽ ഷാരൂഖ് ഖാനെ മൈൻഡ് ചെയ്യാതെ അയ്യോ ഈ സ്ത്രീ ഉണ്ടോ എങ്കിൽ ഈ പടം കാണാമെന്ന് തോന്നിപ്പിച്ചാൽ മാത്രമേ അങ്ങനെ സമത്വം ഉണ്ടാക്കാൻ പറ്റൂ. ഇല്ല എങ്കിൽ രജനീകാന്ത് ആയാലും മോഹൻലാൽ ആയാലും അതുപോലെ ഏത് നടനും ആവട്ടെ, അവരുടെ പ്രതിഫലമൊന്നും ഒരു പെണ്ണും പിള്ളയ്ക്കും കിട്ടില്ല. ഇവിടെ പത്രക്കാർ വിളിച്ചു തുടങ്ങിയ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഭവതി ഉണ്ടല്ലോ, അവർക്ക് മോഹൻലാൽ വാങ്ങുന്ന പ്രതിഫലത്തിൻ്റെ 10-1 കിട്ടും. ഇപ്പോൾ കിട്ടില്ല എന്ന് ഞാൻ പറയും. ആര് കൊടുക്കും അവർക്ക് 10-1? തലയിൽ സ്ഥിരബോധമുള്ള ഒരാളും കൊടുക്കില്ല. ലേഡി സൂപ്പർ സ്റ്റാറും മോഹൻലാലും ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയം രണ്ടുപേരും തുല്യമായി അഭിനയമല്ലേ കാഴ്ചവെക്കുന്നത്. പക്ഷേ പ്രധാനമായ മറ്റൊരു വശമുണ്ട്. മോഹൻലാലിൻ്റെ ഒരു പടത്തിന് തിയേറ്ററിലുണ്ടാകുന്ന തിരക്ക്, സാറ്റലൈറ്റ് വാല്യൂ, OTT വാല്യൂ, ഗൾഫ് കൺട്രീസുകളിലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലും കിട്ടുന്ന സ്വീകാര്യത ഇവിടുത്തെ പുരുഷ കേസരികൾക്ക് പോലും ഇല്ല. പിന്നെ അല്ലേ ഒരു പെൺനായികയ്ക്ക് കിട്ടാൻ? മറ്റൊരു നടനും ഇല്ലല്ലോ. 1ാം സ്ഥാനം 2ാം സ്ഥാനക്കാരനുമായിട്ടുള്ള വ്യത്യാസം അന്വേഷിച്ച് നോക്കി, ശമ്പളം അടക്കം എല്ലാ കാര്യത്തിലും. അതാണ് പ്രശ്നം. 1ാം സ്ഥാനക്കാരൻ നിൽക്കുന്ന എവിടെ, 2ാം സ്ഥാനക്കാരൻ നിൽക്കുന്ന എത്ര താഴെയെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. എന്നിട്ട് ഈ പെണ്ണും പിള്ള ചുമ്മാ അടിച്ചു വിടുകയാണ്. സമത്വം, ശമ്പളത്തിൽ സമത്വം, അഭിനയത്തിൽ സമത്വം, എല്ലാത്തിലും സമത്വം വേണമെന്നാണ് പറയുന്നത്. നമ്മുടെ സിനിമയുടെ ആദ്യകാലങ്ങളിൽ ഇവിടെ പുരുഷാധിപത്യം ഇല്ലായിരുന്നത്രേ. എന്തൊരു വങ്കത്തരമാണ് ഈ പെണ്ണുമ്പിള്ള വിളിച്ച് പറയുന്നതെന്ന് ആലോചിച്ചോക്കെ. സത്യമാഷായാലും നസീർ സാറായാലും മധു സാറായാലും അല്ലെങ്കിൽ അവരെ 3 പേരെയും നമുക്കങ്ങ് വിടാം. അടൂർ ഭാസിക്ക് ഉണ്ടായിരുന്ന ആധിപത്യം അന്നിവിടെ ഷീലയ്ക്കോ ശാരദയ്ക്കോ ജയഭാരതിക്കോ ഉണ്ടായിരുന്നോ എന്നതാണ് ഈ മേഡത്തോടെ എനിക്ക് ചോദിക്കാനുള്ളത്. മദ്രാസിലായിരുന്നല്ലോ പൊറുതി കുട്ടിക്കാലത്ത്. അവിടെ അന്വേഷിച്ച് നോക്കണം. നസീർ സാറിനെയും മധു സാറിനെയും സത്യമാഷിനെയൊക്കെ വിടാം. അടൂർ ഭാസിയുടെ ഒരു മേധാവിത്വം, അല്ലെങ്കിൽ അടൂർ ഭാസി വാങ്ങിക്കുന്ന ശമ്പളം, അടൂർ ഭാസി വാങ്ങിക്കുന്ന ശമ്പളം എന്തിനാ? അടൂർ ഭാസിയെ കാത്തിരിക്കണം പ്രേം നസീർ അടക്കമുള്ളവർ. പിന്നെയാണ് ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? ഷീല ഇരിക്കില്ല എന്ന് പറയുമോ അടൂർ ഭാസിയെ? ശാരദ പറയുമോ? ജയഭാരതി പറയുമോ? അങ്ങനെ പ്രതാപിയായിരുന്ന അടൂർ ഭാസിയെ പോലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അവരോടൊപ്പം. എന്തൊരു തള്ളാണ് ഈ പെണ്ണുമ്പിള്ള തള്ളുന്നതെന്ന് ഇത് കാണുന്നവരെങ്കിലും ഒന്ന് ആലോചിക്കുക. അതിജീവിത വേദന അനുഭവിക്കുമ്പോൾ ഒരു സംഘടനകളും അവളെ ആശ്വസിപ്പിച്ചില്ല എന്നാണ് പറയുന്നത്. ചേർത്ത് പിടിച്ചതേ ഇല്ലത്രേ. ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. അവളോടൊപ്പം എന്ന് പറയുക മാത്രമാണ് ചെയ്തതത്രേ. ഇപ്പം അമ്മയായാലും ഫിഫ്ക ആയാലും പ്രൊഡ്യൂസേഴ്സായാലും എല്ലാവരും ഞങ്ങൾ അമ്മയോടൊപ്പമാണ് എന്ന് പറഞ്ഞോളൂ. ചേർത്ത് പിടിച്ചില്ല. ഇനി അതിന് വേണം പീഡന കേസെടുക്കാൻ. അവളുടെ കൈ പിടിച്ച് ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞില്ലത്രേ. കൈപിടിക്കാൻ ഇവരുണ്ടല്ലോ, ഈ മഹതി ഉണ്ടല്ലോ. ഈ കൊച്ചിൻ്റെ പെങ്കൊച്ചിൻ്റെ ഭാവിയെ തൊലച്ചിട്ടല്ലാതെ ഇവർ പോകില്ല. കട്ടയും പടവും മടക്കും. നിങ്ങൾ നോക്കിയോ, KPS ലളിതടക്കം ഒരുപാട് പേരുടെ അത് മടക്കിയതാണ്. ഈ കൊച്ചിനും എന്തോ കഷ്ടകാലമാണ്. എനിക്ക് അവളുടെ സ്നേഹമുള്ളതുകൊണ്ട് പറയുകയാണ്. കാരണം എൻ്റെ പടത്തിലെ നായികയായിരുന്നുകൊണ്ട് പറയുകയാണ്. കൊണ്ട് നടക്കരുത്, നിൻ്റെ വീട്ടിൽ കിടത്തരുത്. നിൻ്റെ വീട്ടിൽ കിടത്തിയാൽ എന്താ പറയുക, അവിടെ നടക്കുന്ന കംപ്ലീറ്റ് വർത്തമാനവും പെരുമാറ്റങ്ങളും എല്ലാം ചോർത്തി നാളെ നിന്നോട് എന്തെങ്കിലും ഒരു കൊച്ചു പ്രശ്നം വന്നാൽ അത് വെച്ച് കാച്ചു. ഇവിടെ ഒരുത്തനെ കരിയോയിൽ ഒഴിച്ചിട്ട് മുങ്ങിയല്ലോ. ഒരു സാധു മനുഷ്യനായ ഒരു നിർമ്മാതാവിൻ്റെ വീട്ടിൽ പോയി 4 ദിവസം പുറത്തി. എന്നിട്ട് അയാളുടെ പറയാം എനിക്ക് മദ്രാസിൽ പോകണം, കുറച്ച് കാശ് തരാം ടിക്കറ്റ് എടുക്കാൻ. കൃഷി വകുപ്പിൽ പോകേണ്ടതായിരുന്നു. പോട്ടെ, ഞാൻ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. നടിയെ ആക്രമിച്ച സംഭവത്തെ അപലപിച്ച് എറണാകുളത്ത് സിനിമാ സമൂഹം മുഴുവൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഈ ഭവതി മറന്നുപോയിരിക്കാം. അന്ന് അതിൽ ഇവരില്ലായിരുന്നു. എത്ര ഡൈ അടിച്ചാലും ഗോൾഡൻ ഫേഷ്യൽ ചെയ്താലും പ്രായം കയറിയ വരെയല്ലേ. അപ്പോൾ മറവി രോഗം തുടങ്ങിക്കാണും. കുറ്റം ചെയ്തോ ഇല്ലയോ എന്നറിയും മുമ്പ് ദിലീപിനെ എല്ലാ സിനിമാ സംഘടനകളിൽ നിന്നും പുറത്താക്കിയില്ലേ. അതുമാത്രമല്ല 8 വർഷം പിന്നിടുമ്പോഴല്ലേ അതിജീവിതയുടെ വീട്ടിൽ ചെന്ന് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ച് പെറ്റികിടക്ക് പോലെ കിടക്കണേ. അന്ന് ഫിഫ്ക ഡബ്ബിംഗ് യൂണിയൻ്റെ നേതാവായിരുന്നല്ലോ. അന്നെന്താ രാജിവെക്കാത്ത? സിനിമാ സമൂഹം അതിജീവിതയോട് മാന്യത കാണിക്കുന്നില്ല, ഞാനിതാ പുല്ല് രാജിവെച്ചു എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിഫ്കയിലെ ഡബ്ബിംഗ് യൂണിയനെ വരെ വേണ്ട.
അപ്പോഴാണ് എന്നാൽ ഒന്ന് രാജിവെച്ചേക്കാമെന്ന് തോന്നി. കാരണം ഇവരെ പുറത്തൊന്നും നോക്കൂല അവർ, പക്ഷേ ആരും വകവയ്ക്കാറില്ല. അപ്പോൾ എന്ത് ചെയ്തു, മദ്രാസിലൊക്കെ പോകാനൊക്കെ എന്തോ അന്വേഷണത്തിന് പോകണം, മറ്റേതിന് പോകണം, മറിച്ചതിന് പോകണം, 30,000 രൂപയൊക്കെയാണ് എഴുതിയെടുത്തിരിക്കുന്നത് ഫെഫ്ക ഡബ്ബിംഗ് യൂണിയനിൽ നിന്ന്. ഇപ്പോൾ ചോദിച്ചാൽ അതിൻ്റെ നേതാക്കൾ കള്ളം പറയും. കാരണം മറ്റേ ചെറുക്കനൊക്കെയാണ് ഡബ്ബിംഗ് യൂണിയൻ്റെ നേതാവ്. എന്നെ അങ്ങ് ഒലത്തിക്കളയെന്ന് പറയുന്നൊരു ചെറുക്കയില്ലേ, അവനൊക്കെയാണ് നേതാവ്. ഇതിൻ്റെ എർത്തുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയന് 30,000 രൂപയൊന്നും അവർ എഴുതിയെടുത്തിട്ടില്ലെന്ന്. എഴുതിയെടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാം, ഞാൻ തെളിയിക്കാം. അതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിജീവിതയ്ക്ക് ലോകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ദാരുണമായൊരു സംഭവം അനുഭവിക്കേണ്ടി വന്നുവെങ്കിൽ ഈ ഫെഫ്കയും ഈ മാക്ടിയും ഈ പോലീസ് അസോസിയേഷനും ഈ അമ്മയും ഒന്നും അവരെ ചേർത്ത് പിടിച്ചില്ല, അവർക്ക് കൈ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് രാജിവെക്കണമായിരുന്നു. അന്ന് പുള്ളിക്കും, കാരണം നേതാവായിരുന്നുകൊണ്ട് രാജിവെക്കില്ല. ഇപ്പം ഒന്നും അല്ലാത്തതുകൊണ്ട് രാജിവെച്ചിട്ടാണ് ആളാവണത്. അന്ന് തിരക്കിട്ട ജോലി ഉണ്ടായിരുന്നു, ഡബ്ബിങ് ഉണ്ടായിരുന്നു. ഇന്നതില്ല. അതുകൊണ്ടായിരിക്കണം. എനിക്കെന്താണെന്ന് പറഞ്ഞു വരും, ഞാൻ അവരെ അങ്ങ് ഒഴിവാക്കിയതാണ്. പറഞ്ഞു വരുമ്പോൾ ഈ കള്ളം കേട്ട് വരുമ്പോഴേ നമുക്ക് തലവരുക്കുന്നേ.